പൊന്നൂറ്റീസ് കിച്ചൺ റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ കറിയാണ്. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അമ്മച്ചി പറയും. അപ്പോൾ വീഡിയോയിൽ പോയാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഒരു മത്തങ്ങ കറിയാണ്. മത്തങ്ങ കറി ഒരു 1/2 കിലോ മത്തങ്ങ കിട്ടിയപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ച് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തുടങ്ങട്ടെ. മത്തങ്ങ ആദ്യമേ നമുക്കൊന്ന് മുറിക്കാം. ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് പുറമൊന്ന് ചെത്തി കളഞ്ഞാൽ മതി. ചെറുതായിട്ട് അത് ഇതിൻ്റെ കൂടെ ഒന്ന് വെട്ടി ചേർന്നോളൂ. പഴുതത്തെ വെട്ടി നമുക്ക് ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ശരിക്കും വിളഞ്ഞതല്ലേ. അപ്പോൾ അതെല്ലാം ചെത്തി അതിൻ്റെ അകത്തെ ഇതും കൂടെ എല്ലാം എടുത്ത് കളയാം. എന്നിട്ട് നമുക്കൊന്ന് കഴുകി അടുപ്പിലോട്ട് വെക്കാം. അപ്പം നമ്മളിതെല്ലാം ചെത്തി എല്ലാം കളഞ്ഞ് വെച്ചിട്ട് നന്നായി അതൊന്ന് മുറിച്ച് മത്തങ്ങ നല്ല ഒരു കറിയാണ്. അതിൻ്റെ കൂടെ ഞാൻ സ്വല്പം പയറും പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. മത്തങ്ങയും പയറും കൂടെ നല്ല കറിയാണ്. എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി ഒരു പാത്രത്തിൽ അടുപ്പിലിട്ട് ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. കഴുകി വേറെ പാത്രത്തിൽ നമുക്ക് കഴുകിക്കൊണ്ട് വന്ന് ഇതിനകത്ത് ഒരു ശകലം മുളക് പൊടിയും ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ, ഇച്ചിരി ഉപ്പ് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് ചേർക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് പിടിക്കുമല്ലോ. ഇത് ഒഴിച്ച് ഇനി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് നോക്കാം. ഒന്ന് ഇളക്കി തീ തൊട്ടായതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഒന്ന് വേവട്ടെ. അപ്പോഴത്തേന് ഇതിന് ഉള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. നമ്മുടെ മത്തങ്ങ വെന്തോന്നൊന്ന് നോക്കാം. മത്തങ്ങ വിളയാത്തതായതുകൊണ്ട് അതിന് വലിയ പൊടിയില്ല. എളുപ്പം വിളയത്തില്ല. ഇപ്പോൾ എളുപ്പം വേവത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പയർ കൂടെ കുറച്ചങ്ങോട്ട് ഇടാം. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഒരു അരമുറി തേങ്ങ കൂടെ വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ആ തേങ്ങായ ഒരു 2-3 പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്ര സാധനം ഇതെല്ലാം കൂടെ ഒന്ന് അരക്കട്ടെ. അതാവുമ്പോഴത്തേക്ക് ഇതൊന്ന് തുറന്ന് എന്തോ ആയാലും നോക്കട്ടെ. വെന്തിട്ടുണ്ട്. വെന്തപ്പം ഇനി നമുക്ക് ഒന്ന് ഉടയ്ക്കണം. ഈ മത്തങ്ങ സാധാരണ എന്ന് പറഞ്ഞാൽ വേവുന്നുണ്ടെങ്കിൽ നല്ല പരുവത്തിലാവും. ഇത് പൊട്ടായതുകൊണ്ട് നമുക്കിതൊന്ന് ഇച്ചിരി ഒന്ന് ഉടയ്ക്കണം. ഇനി ഇതിനകത്തോട്ട് ഈ അരപ്പൊന്ന് ഇടട്ടെ. വെള്ളം കൂടെ ചേർക്കട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് ശകലം ഉപ്പിടാം. മുമ്പേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ചൂടാവട്ടെ. ചൂടാക്കിയിട്ട് നമുക്ക് ഇതിന് വെച്ച് കടുവാക്കാം. അതിനകത്ത് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇനി സ്വല്പം കടുവ സ്വല്പം കടുവ അങ്ങോട്ട് ഇടുക. അതോട്ട് വെളിച്ചെണ്ണയിലിട്ട് ശകലം തേങ്ങ വറുത്തങ്ങോട്ട് ഇടാം. അതിന് ഒരു ടേസ്റ്റ് കൂടുന്നുണ്ട്. ചെറുമുളക് എല്ലാം കൂടെ ഒന്ന് വറുത്തങ്ങോട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയുണ്ട്. അത് വറുത്തത് അങ്ങോട്ട് ഒഴിക്കുക. സൂപ്പർ കറിയായിട്ട് ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ എല്ലാം എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. നല്ല ഒന്നാം തരം കറിയാണ്. ഈ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നോക്കാം. ഈ മത്തങ്ങ കറി നല്ല ടേസ്റ്റും ഉണ്ട്, മണമുണ്ട്. എല്ലാം ഉണ്ട്. ഈ ചോറിൻ്റെ കൂടെ ഈ മത്തങ്ങ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പം ഈ മത്തങ്ങ കറി എല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.